നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സിംഗിൾ ഡോർ ഫ്രിഡ്ജും ഡബിൾ ഡോർ ഫ്രിഡ്ജും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് പ്രത്യേകം കമൻറ്റ് രൂപത്തിൽ അറിയിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കമ്പാരിസൺ വീഡിയോ എന്ന് പറയുമ്പോൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സിംഗിൾ ഡോർ ഫ്രിഡ്ജാണോ ഡബിൾ ഡോർ ഫ്രിഡ്ജാണോ, അതുപോലെ തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജാണോ നല്ലത് ഡബിൾ ഡോർ ഫ്രിഡ്ജാണോ നല്ലത്, ഇങ്ങനെ തുടങ്ങി നിങ്ങൾക്കുള്ള സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെയും ഡബിൾ ഡോർ ഫ്രിഡ്ജുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ഉള്ള ഒരു മറുപടി കൂടിയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ആ തരത്തിലുള്ള എല്ലാ സംശയങ്ങളും മാറുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഗൈസ്, കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും, കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, സിംഗിൾ ഡോർ ഫ്രിഡ്ജും ഡബിൾ ഡോർ ഫ്രിഡ്ജും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് ഒറ്റ മെയിൻ ഡോറേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ ഡോർ ഫ്രിഡ്ജിന് 2 ഡോറുകൾ ഉണ്ടായിരിക്കും. ഈ കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളും ഡബിൾ ഡോർ ഫ്രിഡ്ജുകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആകുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയല്ല, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഇനി നമുക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. എൻ്റെ കാഴ്ചപ്പാടിൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് മെയിനായിട്ടും 2 അഡ്വാൻറ്റേജസ് ഉള്ളൂ. ഒന്ന്, സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് ഡബിൾ ഡോർ ഫ്രിഡ്ജിനെ അപേക്ഷിച്ചിട്ട് 10,000 രൂപയോളം കുറവുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് ഡബിൾ ഡോർ ഫ്രിഡ്ജിനെ അപേക്ഷിച്ച് മെയിൻ്റെനൻസ് കുറവാണ്. മെയിൻ്റെനൻസ് കുറവെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ഡബിൾ ഡോർ ഫ്രിഡ്ജിനെ അപേക്ഷിച്ച് കുറച്ച് പാർട്സൊക്കെ ഉള്ളൂ. അതായത് ഒരു ഫ്രീസർ, അതുപോലെ തന്നെ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ തന്നെ ഒരു കംപ്രസർ ഉണ്ടായിരിക്കും, പിന്നെ കംപ്രസറിനോട് ബന്ധപ്പെട്ട റിലേ LP, അങ്ങനെ കുറച്ച് സംഭവങ്ങളെ നമ്മുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ബൾബും. ഡബിൾ ഡോർ ഫ്രിഡ്ജിന് അങ്ങനെയല്ല, ഒരുപാട് കമ്പോണൻസ് ഉണ്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജിനകത്ത്. അതുകൊണ്ടാണ് ഡബിൾ ഡോർ ഫ്രിഡ്ജിനെ അപേക്ഷിച്ചിട്ട് സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് മെയിൻ്റെനൻസ് കുറവാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. പിന്നെ പറയാനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് താരതമ്യേന ഡബിൾ ഡോർ ഫ്രിഡ്ജിനേക്കാളും വലിപ്പം കുറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയാൻ മാത്രം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ ഒട്ടും ഫ്രോസ്റ്റ് ഫ്രീ അല്ല. അതായത് നമ്മൾ ഫ്രീസറിനകത്ത് എന്തെങ്കിലും സംഭവങ്ങൾ, എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ മീനോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിനകത്ത് അത് ഒട്ടിപ്പിടിക്കും. ഫ്രീസറിനകത്ത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്, അധികവും അത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനകത്തുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം പുറത്തെടുക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ ഒട്ടും ഫ്രോസ്റ്റ് ഫ്രീ അല്ല. പിന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഡബിൾ ഡോർ ഫ്രിഡ്ജിനെ അപേക്ഷിച്ച് വലിപ്പം കുറവായത് കൊണ്ട് തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറെല്ലാം വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രീസറിനുള്ളിൽ സ്പേസ് കുറവായത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ചില സമയത്ത് നേരിടേണ്ടി വന്നേക്കും. കുറച്ചധികം സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഫ്രീസറിനകത്ത് സ്പേസ് കുറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇനി മൂന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നതിനും സെയിം കറണ്ട് കൺസപ്ഷൻ തന്നെയാണ്. കറണ്ട് ബില്ല് വരുമ്പോൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനും ഡബിൾ ഡോർ ഫ്രിഡ്ജിനും ഒരേ കറണ്ട് ചാർജ് തന്നെയായിരിക്കും. സെയിം കറണ്ട് ചാർജിൽ തന്നെ നമുക്ക് സ്പേസ് കൂടിയ ഡബിൾ ഡോർ ഫ്രിഡ്ജ് യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് നമുക്ക് മൂന്നാമതായിട്ടുള്ള സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ നാലാമത്തെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനകത്ത് ഇത് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ തെർമോസ്റ്റാറ്റ് കേടായതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കംപ്ലയിൻ്റാണ്. ഈ കംപ്ലയിൻറ്റ് സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഐസ് ഫ്രീസറിനകത്ത് നിറയെ വരുന്ന ഒരു കംപ്ലയിൻറ്റ് സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് പെട്ടെന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡബിൾ ഡോർ ഫ്രിഡ്ജിന് ഇതുപോലെ കംപ്ലയിൻറ്റ് അങ്ങനെ പെട്ടെന്നൊന്നും വരത്തില്ല. ഇതാണ് നമുക്ക് നാലാമതായിട്ട് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ പറയാനുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ്. സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ മെയിനായിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജിനെ കുറിച്ച് പറയാം. ആദ്യമായിട്ട് നമുക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് സിംഗിൾ ഡോർ ഫ്രിഡ്ജിനെ അപേക്ഷിച്ച് വലിയ ഫ്രിഡ്ജാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത് ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് സിംഗിൾ ഡോർ ഫ്രിഡ്ജിനെ അപേക്ഷിച്ച് ഫ്രോസ്റ്റ് ഫ്രീ ആണ്. അതായത് നമ്മൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനകത്ത് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വെക്കുമ്പോൾ അത് ഫ്രിഡ്ജ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ചില സമയങ്ങളിൽ അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ ഒരു കുഴപ്പം നമ്മുടെ
ഡബിൾ ഡോർ ഫ്രിഡ്ജിനകത്ത് ഒട്ടും ഉണ്ടാകത്തില്ല. അതാണ് ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. ഫ്രോസ്റ്റ് ഫ്രീ ആയിരിക്കും. നമുക്ക് ഫ്രീസറിനകത്ത് എന്ത് വെച്ചാലും ഒട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇപ്പോൾ പറഞ്ഞ ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഫ്രോസ്റ്റ് ഫ്രീ എന്ന ഈ ഒരു അഡ്വാൻറ്റേജ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആദ്യം ഉപയോഗിച്ചിട്ട് അതിനുശേഷം ഡബിൾ ഡോർ ഫ്രിഡ്ജിലേക്ക് അപ്ഗ്രേഡ് ആയവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഈ ഫ്രോസ്റ്റ് ഫ്രീ എന്ന ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജിലേക്ക് പോകാം. മൂന്നാമതായിട്ടുള്ള അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജിന് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ അത്രയും കറണ്ട് ചാർജേ വരത്തുള്ളൂ. അതാണ് നമുക്ക് മൂന്നാമതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ആ കാര്യം ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടല്ലോ, അത് സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ഡോർ ഫ്രിഡ്ജിനെ അപേക്ഷിച്ച് ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ മെയിനായിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് പറയുമ്പോൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനെ അപേക്ഷിച്ചിട്ട് മെയിൻ്റെനൻസ് കൂടുതലായിരിക്കും. ഡബിൾ ഡോർ ഫ്രിഡ്ജിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാശ് കൂടുതൽ ചിലവാകും. സിംഗിൾ ഡോർ ഫ്രിഡ്ജിനെ അപേക്ഷിച്ച് ഒരുപാട് പാർട്സ് തന്നെ ഡബിൾ ഡോർ ഫ്രിഡ്ജിനകത്തുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് കേടായി കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജിനേക്കാളും കാശ് കൂടുതൽ ചിലവാകും. അതാണ് മെയിൻ്റെനൻസ് കൂടുമെന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നല്ലൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജിന് സിംഗിൾ ഡോർ ഫ്രിഡ്ജിനേക്കാളും ഏകദേശം 10,000 രൂപയോളം വില കൂടുതലുണ്ടായിരിക്കും. ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ രണ്ട് ഫ്രിഡ്ജുകളുടെയും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി കുറച്ച് കാര്യങ്ങളോട് പറയേണ്ടതുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് മോശമാണെന്നോ അല്ലെങ്കിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് മോശമാണെന്നോ കരുതണ്ട. രണ്ട് ഫ്രിഡ്ജുകളും രണ്ട് തരത്തിലുള്ള യൂസേജാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടതുള്ളൂ, അതായത് കുറച്ച് മീനും കുറച്ച് വെള്ളവും ഒക്കെ തണുപ്പിച്ചെടുക്കേണ്ടതുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ് നല്ലത്. അല്ല നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് നല്ലത്. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉപയോഗം എന്നത് മെമ്പേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊന്നുമല്ല, നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന സാധനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്രിഡ്ജാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടാതെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.